പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര ചരിത്ര പരമ്പരയുടെ 31ാം ഭാഗമാണ്. ഈ 31ാം ഭാഗത്തിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് 17ാം നൂറ്റാണ്ടിലെ നമ്മൾ ബാക്കിയുള്ള ചരിത്രകാരന്മാരെ പറ്റിയാണ്, ചരിത്രകാരന്മാരെ പറ്റി. നമുക്കറിയാം, ജ്യോതിശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ മറ്റ് ശാസ്ത്രങ്ങളുടെയൊക്കെ മാതാവ് എന്ന പേരിലാണ് ജ്യോതിശാസ്ത്രം അറിയപ്പെടുന്നത്, മദർ ഓഫ് ഓൾ സയൻസസ്. അതുകൊണ്ട് തന്നെ 5000-6000 കൊല്ലങ്ങൾക്ക് മുമ്പേ വാനനിരീക്ഷണം നടത്തി ഉണ്ടാക്കിയെടുത്ത വിവരങ്ങൾ ക്രമേണ പരിണമിച്ചുണ്ടായതാണ് ഇന്ന് നമ്മൾ അറിയുന്ന ജ്യോതിശാസ്ത്രം. അതിൽ വലിയ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വളരെ ദ്രുതഗതിയിൽ ഉണ്ടായത് ഏതാണ്ട് 400 കൊല്ലങ്ങൾക്ക് മുമ്പെയാണ്. 1600-കൾ മുതൽ വമ്പൻ കുതിച്ചുചാട്ടങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ആ കുതിച്ചുചാട്ടങ്ങളിൽ 16ാം നൂറ്റാണ്ടിലെ കുതിച്ചുചാട്ടങ്ങളോടൊപ്പം തന്നെ നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്രമേണയെങ്കിലും 17ാം നൂറ്റാണ്ടിലെത്തുമ്പോഴേക്കും നമുക്ക് സൗരയൂഥം എന്ന കാഴ്ചപ്പാടിൽ നിന്നും പുറത്തു കടന്ന് വിശാല പ്രപഞ്ചത്തെ പറ്റിയുള്ള ചിന്തകൾ ജ്യോതിശാസ്ത്രത്തിൽ കടന്നു വരാൻ ഇടയായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ഒരു പ്രശസ്ത പാശ്ചാത്യ തത്വചിന്തകനുണ്ടായിരുന്നു, ഫിലോസഫർ ആണെങ്കിലും അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇമ്മാനുവൽ കാന്റ്. ഇമ്മാനുവൽ കാന്റാണ് പറഞ്ഞത്, നാം ജീവിക്കുന്ന ഈ ലോകം, അത് നമ്മളടങ്ങുന്ന ഭൂമി സൗരയൂഥത്തിൻ്റെ ഭാഗമാണെങ്കിലും സൗരയൂഥത്തിനപ്പുറം വലിയൊരു വിശാല പ്രപഞ്ചമുണ്ട്. അങ്ങനെയാണ് ജ്യോതിശാസ്ത്ര ചരിത്രകാരന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും വിശാല പ്രപഞ്ചം എന്ന കാഴ്ചപ്പാടിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങിയത്. ക്രമേണ അത് വളർന്ന് വികസിച്ചു വിടുന്നതിനൊക്കെ കാരണക്കാർ ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിൽ 5 പേരെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആ 5 പേർ നടത്തിയ പ്രവർത്തനങ്ങൾ, നമ്മൾ ആ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രയോ ശരിയല്ലേ ഈ പറഞ്ഞത്. കാരണം ഉദാഹരണം പറയാം, ഇന്നത്തെ 5 ശാസ്ത്രകാരന്മാർ. ഒന്ന്, ആദ്യത്തേത് ഫ്രാങ്കോയിസ് ജെറോം ലെലാൻഡ്, ഫ്രഞ്ചുകാരനാണ്. രണ്ടാമത്തെ നെവിൽ മാസ്കിലൈൻ, അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. മൂന്നാമത്തെ ഡേവിഡ് റിറ്റൻഹൗസ്, അമേരിക്കക്കാരനാണ്. പിന്നത്തെ വില്യം വെയിൽസ്, അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. അവസാനമായിട്ട് വരുന്നത് ജോസഫ് ലഗ്രാഞ്ചെ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇന്ന് ഓർമ്മ വരും. ലഗ്രാഞ്ചെ എന്ന ബിന്ദു ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ അകലെ ബഹിരാകാശത്ത് അത്തരം ഒരു ബിന്ദു കണ്ടുപിടിച്ച മനുഷ്യനാണ് ഈ ജോസഫ് ലഗ്രാഞ്ചെ. അതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര കൊല്ലങ്ങൾ മുമ്പേ? 18ാം നൂറ്റാണ്ടിലാണ് ഏതാണ്ട് ഉത്തരാർദ്ധത്തിൽ ഇദ്ദേഹം ആ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത്, ലഗ്രാഞ്ചെ പോയിന്റ്. ഇന്ന് ജ്യോതിശാസ്ത്രത്തിൽ വമ്പൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യൻ്റെ കണ്ണുകളായി പ്രവർത്തിക്കുന്ന ഒരു കൂറ്റൻ ടെലിസ്കോപ്പ്, JWST, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, അത് ഈ പറയുന്ന ലഗ്രാഞ്ചെ പോയിന്റിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അത്തരം ഒരു പോയിന്റിനെ പറ്റി, ആർക്കും അറിയാത്ത ഒരു പോയിന്റിനെ പറ്റി ഗണിച്ചുണ്ടാക്കി അത്തരം ഒരു പോയിന്റിൻ്റെ ഗുണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പോയിന്റിന് ജ്യോതിശാസ്ത്രത്തിന് മൊത്തം ഉപകാരപ്രദമായിക്കൊണ്ട് ഈ JWST ആ പോയിന്റിലാണ് ഉള്ളത്, ലഗ്രാഞ്ചെ പോയിന്റ് 1. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ, അതായത് വരാൻ പോകുന്ന കാലത്തെപ്പറ്റി ശാസ്ത്രകാരന്മാർ മുൻകൂട്ടി കണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നോക്കും. മനുഷ്യരാശിക്ക് മുഴുവൻ വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഓർമ്മയാണ്. അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി ആ വ്യക്തിപരമായ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ത്യജിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ
അവർ ഈ പ്രവർത്തനം നടത്തുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. പൂർണ്ണമായും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് എന്ന് മാത്രം പറയുന്നു. നമസ്കാരം. ഈ 31-ാം ഭാഗത്ത്, ബിയോണ്ട് ദ ഹൊറിസോണിന്റെ 31-ാം ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും ജോസഫ് ജെറോം ലെലാൻഡെ, രണ്ടാമത്തത് നെവിൽ മാസ്ക്ലെ, മൂന്നാമത്തത് ഡേവിഡ് റിട്ടൽ ഹൗസ്, വില്യം വെയിൽസ്, പിന്നീട് അവസാനമായി ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച്. ഇത്രയും പേർ 17-ാം നൂറ്റാണ്ടിലെ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാകാം, എന്തുകൊണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വികാസത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നുവെന്ന്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ജ്യോതിശാസ്ത്രം വികസിച്ച് വരുന്ന ഒരു ഘട്ടത്തിലാണ്. 16-17 നൂറ്റാണ്ടുകളിലാണ് ഇന്നത്തെ ജ്യോതിശാസ്ത്രം, ആധുനിക ജ്യോതിശാസ്ത്രം വികസിച്ചു വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടക്കം ഏതാണ്ട് 5000-6000 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിലും ഉപകരണങ്ങളുടെ സഹായത്തോടെ ആകാശത്തെ നിരീക്ഷിക്കുകയും പ്രാപഞ്ചിക വസ്തുക്കളെ വിലയിരുത്തുകയും അവയെപ്പറ്റി ധാരണ ഉണ്ടാക്കുകയും ചെയ്ത കാലഘട്ടമാണ് 17-18 നൂറ്റാണ്ടുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഭാസങ്ങളെ മാത്രമല്ല, പ്രാപഞ്ചിക സത്യത്തെ അന്വേഷിക്കുന്നതിന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ധാരാളം ശാസ്ത്രജ്ഞന്മാർ രംഗത്ത് വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ശാസ്ത്രം. അവർക്ക് ജീവിതം തന്നെയായിരുന്നു ശാസ്ത്രം. ശാസ്ത്രവും ജീവിതവും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക പേരും ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ശാസ്ത്രപ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ഭാഗത്ത് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകാം. എത്രയോ പ്രാവശ്യം ശുക്രസന്ദർശനം കാണാൻ വേണ്ടി സ്വന്തമായി കപ്പൽ വാടകയ്ക്ക് എടുത്ത് അതിൽ ജോലിക്കാരിൽ വാടകയ്ക്ക് എടുത്ത് ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച ആളെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വലിയ ത്യാഗമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിലയിരുത്തലാണ് നമ്മൾ ഈ ജ്യോതിശാസ്ത്ര ചരിത്രത്തിൻ്റെ പരിണാമമായിട്ട് കാണുന്നത്. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഒരു ഫ്രഞ്ചുകാരനായ ജോസഫ് ജെറോം ലെലാൻഡെ. വലതുവശത്തെ കാണുന്ന ചിത്രം അതൊരു പെയിൻറ്റിംഗ് ആണ്. അക്കാലത്ത് ഫോട്ടോഗ്രാഫിയൊന്നും വികസിച്ചു വന്നിട്ടില്ല. ജോസഫ് ജെറോം ഫ്രാങ്കോയിസ് ലെലാൻഡെ അദ്ദേഹം പാരീസിലേക്ക് പോയത് നിയമം പഠിക്കാനാണ്. പക്ഷേ നിയമം പഠിക്കാനെത്തിയ പാരീസിൽ എത്തിയ ലെലാൻഡെ ജോസഫ് നിക്കോളാസ് ഡെലിസ്ലെ എന്ന ആൾ ഹോട്ടൽ ഡിക്നൂളിയിൽ സ്വന്തമായിട്ട് വലിയ നിരീക്ഷണ നിലയം സ്ഥാപിച്ചിരുന്നു അത്രേ. അവരുടെ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന് ഓർമ്മ വേണം. ആ നിരീക്ഷണ നിലയത്തിൽ ചേർന്ന് ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു. കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ചാൾസ് മോണിയറും ഉണ്ടായിരുന്നു. ലെലാൻഡയുടെ പ്രത്യേകത, നമ്മൾ ഇതിനു മുമ്പേ ശുക്രസന്ദർശനത്തെ പറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ശുക്രസന്ദർശനം നിരീക്ഷിച്ച ഒരു മതപണ്ഡിതനുണ്ടായിരുന്നു, പുരോഹിതൻ. ആ പുരോഹിതൻ ശുക്രസന്ദർശനം നിരീക്ഷിക്കുകയുണ്ടായി. പക്ഷേ ആ ശുക്രസന്ദർശനത്തിൻ്റെ ഉപയോഗം എന്തായിരുന്നു എന്ന് അക്കാലത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിൽക്കാലത്ത് പ്രസിദ്ധനായ എഡ്മണ്ട് ഹാലി അദ്ദേഹം ശുക്രസന്ദർശനത്തെ പറ്റി പഠിച്ചു. അളവുകളെടുത്ത ആ അളവുകൾ ഉപയോഗിച്ച് സ്വന്തമായി ഒരു ഫോർമുല ഉണ്ടാക്കി, ഒരു സൂത്രവാക്യം ഉണ്ടാക്കി. ആ സൂത്രവാക്യം, ആ ഗണിത സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം കണ്ടുപിടിച്ചാണ് എഡ്മണ്ട് ഹാലി. നമ്മുടെ ലെലാൻഡെ ആകട്ടെ
ആദ്യമായിട്ട് ശുക്രസന്തരണം ഹാലിയുടെ ആ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുക്രസന്തരണത്തിൻ്റെ അളവുകൾ എടുത്ത് ദൂരം കണ്ടുപിടിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശുക്രസന്തരണം മാത്രമല്ല, ചാൾസ് മോണിയറും ലെലാൻഡയും കൂടി ചേർന്ന് ബെർലിനിലേക്ക് പോയി. ഫ്രഞ്ച് അക്കാഡമി അവരെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം എന്തായിരുന്നു പറഞ്ഞാൽ, ചന്ദ്രന്റെ പാരലാക്സ് അളക്കാൻ വേണ്ടിയാണ് ആ ദൗത്യം അവർക്ക് കൊടുത്തത്. രണ്ടുപേരും അത് ഭംഗിയായി ചെയ്തു. അതുകൊണ്ട് തന്നെ ലെലാൻഡയെ ബെർലിൻ അക്കാദമിയിൽ പ്രവേശിപ്പിക്കുകയും ഫ്രഞ്ച് അക്കാദമിയിൽ അദ്ദേഹത്തെ ശാസ്ത്രജ്ഞനായി നിയമിക്കുകയും ചെയ്തു. 1759 ഹാലി പ്രവചിച്ച ഹാലി ധൂമകേതു വീണ്ടും വരും എന്ന് പ്രവചിച്ചത്. ആ പ്രവചിച്ച കൊല്ലം കൃത്യം ക്രിസ്മസ് ദിനത്തെ രാത്രി ഇംഗ്ലണ്ടിലെ ഒരു കർഷകൻ ഹാലി ധൂമകേതുവിനെ കണ്ടു. നമ്മുടെ ലെലാൻഡ് അതിൻ്റെ പട്ടികകൾ, ഹാലി ഉണ്ടാക്കിയ മുഴുവൻ പട്ടികയും പരിശോധിച്ച് അതേപ്പറ്റി പഠിക്കുകയുണ്ടായി. ആയിരത്തി 1762 നേരത്തെ പറഞ്ഞ ജോസഫ് നിക്കോളാസ് ഡെനിസിലെ രാജിവെച്ചു. തൽസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച ലെലാൻഡയെ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായി നിയമിച്ചു. 46 വർഷം ആ സ്ഥാനത്ത് ലെലാൻഡ് തുടർന്നു. വിരമിച്ചതിന് ശേഷം ലെലാൻഡ് അന്നത്തെ പല ശാസ്ത്രജ്ഞന്മാരും ചെയ്യുന്നത് പോലെ സ്വന്തമായ ഒരു നിരീക്ഷണ നിലയം വീട്ടിൽ സ്ഥാപിക്കുകയുണ്ടായി, വസതിയിൽ. അത് ജ്യോതിശാസ്ത്ര പഠനത്തിനുള്ള ഒരു സ്കൂളാക്കി മാറ്റി. ആ സ്കൂളിൽ പല പ്രഗത്ഭന്മാരും പിൽക്കാലത്ത് വിദ്യാർത്ഥികളായിരുന്നു. ഡെലാംബ്രെ, ഗിയസപ്പെ പിയാസി, പിയറെ മെഷേൻ തുടങ്ങിയവർ അവിടെ വിദ്യാർത്ഥികളായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനെന്നോണം ലെസ് സയൻസ് എന്ന ഒരു ലോഡ്ജ് അദ്ദേഹം സ്ഥാപിച്ചു. 1801 ഫ്രഞ്ച് അക്കാദമി ലെലാൻഡയുടെ പേരിലുള്ള ലെലാൻഡ് മെഡൽ ഒരു എൻഡോവ്മെൻ്റായി സ്ഥാപിച്ചു. ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന ഒരു മെഡലായിട്ട് സ്ഥാപിച്ചു. അതിനിടയ്ക്ക് ലെലാൻഡ് തുടർച്ചയായി വാര നിരീക്ഷണം നടത്തുന്ന ഒരാളായിരുന്നല്ലോ. അദ്ദേഹം നെപ്റ്റ്യൂണിനെ കണ്ടിരുന്നു. അതായത് യുറാനസിന് ശേഷം കണ്ട ഗ്രഹമായിരുന്നല്ലോ നെപ്റ്റ്യൂൺ. അദ്ദേഹം അതിനെ കണ്ടിരുന്നു. പക്ഷേ നമ്മളിൽ ആരെങ്കിലും തന്നെ വാന നിരീക്ഷണം നടത്തിയാൽ പോലും നമുക്ക് നെപ്റ്റ്യൂണിനെ ഇപ്പോഴും തിരിച്ചറിയില്ല. കാരണം നമുക്കറിയാം, കാരണം വളരെ ചെറിയ നെപ്റ്റ്യൂൺ വളരെ അകലെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കാണാൻ കഴിയുക ഒരു നക്ഷത്രം മാതിരി മാത്രമായിരിക്കും. അപ്പോൾ ലെലാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇക്കാര്യം അദ്ദേഹം കണ്ടിരുന്നു എന്ന് പറഞ്ഞ കാര്യം ആദ്യമായി രേഖപ്പെടുത്തി വെച്ചത് ഹെൽവെറ്റ്സിനോടൊപ്പം ഉള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സിയേഴ്സ് വാക്കർ. 1847 തിരിച്ചറിഞ്ഞത്. നെപ്റ്റ്യൂൺ ഗ്രഹത്തെ ലെലാൻഡ് ആദ്യം കണ്ടിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ സ്മാരകമെന്നോണം അദ്ദേഹത്തിൻ്റെ പേരിൽ ചന്ദ്രനിൽ ഒരു ഗർത്തമുണ്ട്. രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് നെവിൽ മാസ്ക്ലൈൻ. നെവിൽ മാസ്ക്ലൈൻ ബ്രിട്ടനിലെ 5ാമത്തെ റോയൽ ആസ്ട്രോണമറായിരുന്നു. റോയൽ ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ
ബ്രിട്ടനിലെ രാജാക്കന്മാർക്ക് ജ്യോതിശാസ്ത്ര വിഷയങ്ങളിൽ ഉപദേശം കൊടുക്കുന്ന ആളുകളെയാണ്, ആരാണോ അതിൻ്റെ ചുമതലക്കാരൻ, അവരാണ് റോയൽ ആസ്ട്രോണമർ. അവർക്കാണ് അക്കാലത്തെ ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധമായ ഗ്രീൻവിച്ച് നിരീക്ഷണ നിലയത്തിൻ്റെ ചുമതലയും. നെവിൽ മാസ്കലിൻ 1765 മുതൽ 1811 വരെ റോയൽ ആസ്ട്രോണമറായിരുന്നു. 1748 സൂര്യഗ്രഹണം കാണാനിടയായതോടെയാണ് മാസ്കലിന് ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യം ജനിച്ചത്. 1758 റോയൽ സൊസൈറ്റി അംഗമായി, അമേരിക്കൻ ഫിലോസഫിക്കൽ സൊസൈറ്റി അംഗമായി. റോയൽ സൊസൈറ്റി മാസ്കലിനെ 1761 ശുക്രസന്ദർണം നിരീക്ഷിക്കാൻ നിയോഗിച്ചു. മാസ്കലിനും റോബർട്ട് വാഡിംഗ്ടണും സെയിന്റ് ഹെലീന ദ്വീപുകളിലേക്കാണ് സന്ദർശനം നിരീക്ഷിക്കാൻ പോയത്. സെയിന്റ് ഹെലീന ദ്വീപിനെ പറ്റി അറിയാമല്ലോ. സെയിന്റ് ഹെലീന ദ്വീപ് ഫ്രഞ്ച് ഭരണാധിപനായിരുന്ന നെപ്പോളിയന്റെ അവസാന കാലം ചെലവിട്ട ദ്വീപുകളാണ്. ആ ദ്വീപുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ നെവിൽ മാസ്കലിനും കൂട്ടിയും ശുക്രസന്ദർശനം കാണാൻ പോയത്. സന്ദർശന സമയത്തെ അളവുകൾ കൊണ്ട് ചന്ദ്രന്റെ ചലനത്തെയും പ്രവചിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ മാസ്കലിന് ആ നിരീക്ഷണം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. കാരണം കാലാവസ്ഥ മോശമായിരുന്നു. അതിന് പകരം അവർ ചന്ദ്രനെ നിരീക്ഷിച്ചു, രേഖാംശ നിർണയം നടത്തി. അങ്ങനെ ഒരു പുതിയ രീതി, രേഖാംശ നിർണയത്തിനുള്ള ഒരു പുതിയ രീതി അവർ കണ്ടുപിടിച്ചു. ആ രീതിക്ക് ലൂണാർ ഡിസ്റ്റന്റ് രീതി എന്ന് പറയുന്നു. ഇടതുവശത്തെ ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. രേഖാംശ നിർണയത്തെ ബ്രിട്ടീഷ് മറൈനേഴ്സ് ഗൈഡിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ലൂണാർ ഡിസ്റ്റന്റ് രീതി. അതായത് അക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം യാത്രക്കാരുമായി സമുദ്രസഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാൻ കൃത്യമായ രേഖാംശം അറിയേണ്ടിയിരുന്നു. രേഖാംശം അറിയുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ കൃത്യമായ രേഖാംശം അറിയുക എളുപ്പമുള്ള കാര്യമല്ല. അതിന് ധാരാളം ഉപായങ്ങൾ അക്കാലത്തെ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഏറ്റവും നല്ല രീതി ഈ ലൂണാർ ഡിസ്റ്റന്റ് രീതിയാണെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കപ്പെട്ടു. അത് ചെയ്ത ആൾപ്പെട്ട ആളാണ് നമ്മുടെ മാസ്കലിൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കപ്പൽ, ഈ കാണുന്നത് സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ. ഇവിടെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും കൃത്യമായി ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളന്നു. ആൾട്ടിറ്റ്യൂഡ്, ആ നക്ഷത്രത്തേക്ക് എന്താണ്, എത്ര ഉയരത്തിലാണ് നക്ഷത്രം, ആ നക്ഷത്രം ഏതാണ്? ലിയോ എന്ന രാശിയിലെ, അല്ലെങ്കിൽ നമ്മൾ ചിങ്ങം എന്ന് പറയുന്ന രാശിയിലെ റിഗലസ് എന്ന നക്ഷത്രമാണത്. ഇതാ റിഗലസ്. ആദ്യമായിട്ട് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അളക്കുക. പിന്നെ കപ്പലിൽ നിന്ന് അതിലേക്കുള്ള കോണളവ് എത്ര എന്ന് മനസ്സിലാക്കാൻ, കപ്പലിൽ നിന്ന് കോണളവ് മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. സെക്സ്റ്റന്റ് മാതിരിയുള്ള ഉപകരണങ്ങൾ. പിന്നെ വീണ്ടും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഡിസ്റ്റന്റ് അളക്കുക, ദൂരം. അതായത് ചന്ദ്രന്റെ കോണളവ്. റിഗലസും ചന്ദ്രനും തമ്മിലുള്ള കോണളവ് എത്ര, അതും അളക്കുക. ചന്ദ്രനിലേക്കുള്ള ഉയരം നോക്കുക, ഈ രണ്ട് കോണളവും എടുക്കുക. അങ്ങനെ എടുത്ത് കിട്ടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ലൂണാർ ഡിസ്റ്റന്റ് രീതി കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് അവർ അക്കാലത്തെ നേരത്തെ പറഞ്ഞ പ്രസിദ്ധമായ ഗ്രീൻവിച്ച് നിരീക്ഷണ നിലയം പ്രസിദ്ധീകരിച്ച ദ ബ്രിട്ടീഷ് മറൈനേഴ്സ് ഗൈഡിൽ പ്രസിദ്ധീകരിച്ചു. ചന്ദ്രനിലേക്കുള്ള ദൂരം മുൻകൂറായി ഓരോ വർഷവും ഗണിച്ചാൽ സമുദ്രയാത്ര
മധ്യരേഖാംശം നിർണ്ണയിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അതുപോരാ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിച്ച് ബാർബഡോസിന്റെ തലസ്ഥാനമായ ബ്രിഡ്ജ്, ഇതാണ് ബ്രിഡ്ജ്, രേഖാംശ നിർണ്ണയത്തിന് ഒരു സംഘത്തെ അയച്ചു. അതും ഒരു മാർഗമാണ്. വ്യാഴത്തിന് 4 ഗലീലിയൻ ഉപഗ്രഹങ്ങളുണ്ടല്ലോ. ആ ഉപഗ്രഹങ്ങളെ നിരീക്ഷിച്ച് അവയുടെ ആൾട്ടിറ്റ്യൂഡും അവ തമ്മിലുള്ള കോണവും ഈ കാര്യം ചെയ്യാൻ കഴിയും. നഥാനിയൽ ബ്ലിറ്റ്സ് എന്ന റോയൽ അസ്ട്രോണമിയുടെ അകാല നിര്യാണത്തെ തുടർന്ന് മാസ്കലിന് അങ്ങനെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയുടെയും ഇംഗ്ലണ്ട് രാജവംശത്തിൻ്റെയും ആസ്ട്രോണമറായി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. മാസ്കലിൻ നടത്തിയ രേഖാംശ നിർണയ പ്രവർത്തനങ്ങളിൽ ഗ്രീൻവിച്ച് നിലയത്തിൻ്റെ നോട്ടിക്കൽ അൽമനാക്കിൽ അത് രേഖപ്പെടുത്തി. അങ്ങനെ ഗ്രീൻവിച്ച് മെരീഡിയനാണ് അന്താരാഷ്ട്ര മെരീഡിയനായി അംഗീകരിക്കപ്പെട്ടത്. ഇവിടെ കാണാം, ഈ ചിത്രത്തിൽ ലോകത്തിൻ്റെ ഭൂപടമായി ഇത് പ്രൈം മെരീഡിയനാണ്. ആ പ്രൈം മെരീഡിയൻ പോകുന്ന വഴി കൃത്യമായി ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് നിലയത്തിൽ കൂടെ പോകുന്ന ആ രേഖാംശമാണ്. ഇതിന് പറയുന്നത് ഗ്രീൻവിച്ച് മെരീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെരീഡിയൻ എന്ന് പറയും. ഓരോ 15 മിനിറ്റിലും ഓരോ മെരീഡിയൻ ഉണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ മെരീഡിയനെല്ലാം തന്നെ ആവശ്യമാണ്. എന്തുകൊണ്ട്? ഗോളാന്തര യാത്ര ചെയ്യുന്ന ഗോളങ്ങളിൽ കൂടെ പലപ്പോഴും വിമാനയാത്രയും കപ്പൽ യാത്രയും ചെയ്യുന്ന യാത്രികർക്കും ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ 15 ഡിഗ്രിക്കുമുള്ള മെരീഡിയൻ പാസ് ചെയ്യുമ്പോഴേക്കും സമയത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പ്രൈം മെരീഡിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻവിച്ച് പോകുന്ന ഈ മെരീഡിയനാണ്. അക്കാലത്ത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെയും തന്നെ അക്ഷാംശ നിർണയത്തിന് മാസ്കലിൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉപയോഗിച്ച രീതിയാട്ടെ ത്രിഭുജന രീതി, അതല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയും. ആ ട്രയാങ്കുലേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചത്. അമേരിക്കയിലെ മെരിലാൻഡ്, പെൻസിൽവാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അക്ഷാംശ നിർണയത്തിൽ മാസ്കലിൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു. ഗ്രീൻവിച്ചിൻ്റെയും പാരീസിൻ്റെയും നഗരങ്ങൾക്ക് 1766-68 വർഷങ്ങളിൽ ചാൾസ് മേസണും ജെർമിയ ഡിക്സണും ഉപയോഗിച്ച അതേ രീതിയാണ് മാസ്കലിനും പ്രയോഗിച്ചത്. ഇത് ഇംഗ്ലണ്ടിൽ ജനറൽ റോയും ഫ്രാൻസിൽ കാസനി, മെഷീൻ തുടങ്ങിയവരുമാണ് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ രീതി ത്രികോണമിതി തുടക്കമായിരുന്നു. ഭൂമിയുടെ സാന്ദ്രത പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണം അക്കാലത്ത് നടത്താനുള്ള ഒരു പദ്ധതി മാസ്കലിൻ റോയൽ സൊസൈറ്റിയുടെ വെച്ചു. നോക്കണേ, നമ്മൾ ഇന്നറിയുന്ന ഭൂമിയെ പറ്റിയുള്ള അറിവിൻ്റെ ഭൂരിഭാഗവും അക്കാലത്തുള്ള ശാസ്ത്രജ്ഞന്മാർ ഏറ്റെടുത്ത ഇനീഷ്യേറ്റീവിൻ്റെയൊക്കെ ഫലമാണ്. പലരും അത് സ്വന്തം വ്യക്തിപരമായ റിസ്ക് ആയിട്ട് ചെയ്യുകയുണ്ടായി. ഇവിടെ നോക്കണം, ഭൂമിയുടെ സാന്ദ്രത പരിശോധിക്കണം. റോയൽ സൊസൈറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വെച്ചു. അതിന് അദ്ദേഹം നിർദ്ദേശിച്ചത് സ്കോട്ട്ലാൻഡിലെ പെർത്ത് ഷെയറിലെ ഷിഹാലിയൻ കുന്നിൽ വെച്ച് നടത്തിയതിനാൽ പരീക്ഷണത്തിന് ഷിഹാലിയൻ പരീക്ഷണം എന്ന് പേരിട്ടു. 1774 പരീക്ഷണം നടത്തിയത്. കുന്നിൻ്റെ ശരിയായ കോണാകൃതി, വളരെ കറക്റ്റായ കോണാകൃതിയാണ് ഈ കുന്നിന്. ഇങ്ങനെ ആ കോണാകൃതി അതിൻ്റെ ഘനമാനം ഗണിക്കാൻ അനുയോജ്യമായതിനാലാണ് ഷിഹാലിയൻ കുന്ന് തന്നെ തിരഞ്ഞെടുത്തത്.
ആ പരീക്ഷണത്തിൻ്റെ പേര് തന്നെ അതാണ്, ഷിഹാലിയൻ എക്സ്പെരിമെൻറ്റ്. അടുത്ത ജ്യോതിശാസ്ത്രജ്ഞൻ ഡേവിഡ് റിറ്റൺഹൗസ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു. നല്ലൊരു ഉപകരണ നിർമ്മാതാവായിരുന്നു, ഘടികാര നിർമ്മാതാവ് കൂടിയായിരുന്നു, സർവേയറുമായിരുന്നു, നല്ലൊരു ഭരണാധികാരി കൂടിയായിരുന്നു ഇദ്ദേഹം. 13-ാമത്തെ വയസ്സിൽ ഗണിതവും ശാസ്ത്രവും സ്വയം പഠിച്ചു. ഈ ബാലപ്രതിഭക്ക് ന്യൂട്ടന്റെ ഗുരുത്വ സിദ്ധാന്തവും ചലന നിയമങ്ങളും ഹൃദിസ്ഥമായിരുന്നു 13-ാമത്തെ വയസ്സിൽ. ഉപകരണ നിർമ്മാണത്തിൽ സവിശേഷമായ കഴിവുണ്ടായിരുന്ന റിട്ടൺഹൗസ് സ്വന്തമായ നിരീക്ഷണ നിലയമുണ്ടാക്കി. ആ നിലയത്തിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒറേ ഉണ്ടാക്കി. ഒറേ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൻ്റെ ചലിക്കുന്ന ഒരു മാതൃകക്കാ പറയുന്ന ഒറേ. ഇതാണ് ഒറേ. ഇത് സൗരയൂഥത്തിൻ്റെ ചലിക്കുന്ന മാതൃകയാണ്. ഇത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. റിട്ടൺഹൗസ് സ്വന്തമായി ഉണ്ടാക്കിയ ഒറയാണിത്. പല ശാസ്ത്ര ഉപകരണങ്ങളും ഘടികാരങ്ങളും ഒറോറകളും ഉണ്ടാക്കിയ റിട്ടൺഹൗസ് 1769 ശുക്ര സന്ദർശനം നിരീക്ഷിക്കുവാൻ 22 ടെലിസ്കോപ്പുകളെയും സഹായികളെയും തയ്യാറാക്കി. നിർഭാഗ്യവശാൽ സന്ദർശന സമയത്ത് അദ്ദേഹത്തിന് ബോധം നശിച്ചു. ടെലിസ്കോപ്പിന് താഴെ വീണുപോയി. അല്പസമയത്തിനകം ബോധം വീണ്ടെടുത്ത് സന്ദർശനം നിരീക്ഷിച്ച് അളവുകൾ എടുത്തു. ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സൗരദൂരം 135 ദശലക്ഷം കിലോമീറ്റർ ആയിരുന്നു. ആധുനിക കണക്കെത്രയാ? 149.6 ദശലക്ഷം. വലിയ വ്യത്യാസമൊന്നുമില്ല. സന്ദർശന സമയത്ത് ശുക്രന്റെ അന്തരീക്ഷം കണ്ടുപിടിച്ചതും റിട്ടൺഹൗസ് ആയിരുന്നു. ശുക്ര സന്ദർശന നിരീക്ഷണത്തിന്റെ വിവരമാണിത്. ശുക്രൻ കടന്നു സൂര്യന്റെ ബിംബമാണിത്, സൂര്യബിംബം. ഈ സൂര്യബിംബത്തിന് മുമ്പിൽ കൂടെ ശുക്രൻ കടന്നു പോകുന്ന പാതയാണ്. ആ 4 അളവ് എടുക്കണം. 1, 2, പിന്നെ 4, 5 എണ്ണം. 1 ഇവിടെ, 3, പിന്നെ 4, 5. അങ്ങനെ ഈ വിവരങ്ങൾ വെച്ചാണ് യഥാർത്ഥത്തിൽ സൗരയൂഥം അല്ലെങ്കിൽ സൗരദൂരം അളക്കാനുള്ള കണക്ക് കൂട്ടിയെടുക്കുന്നത്. വലതുവശത്ത് കാണുന്നത് വലിയൊരു ദ്വീപാണ്. ഈ ദ്വീപിന്റെ പേര് വില്യം വെയിൽസ് എന്ന ദ്വീപാണ്. വില്യം വെയിൽസ് അദ്ദേഹത്തിന്റെ പേരിലാണ്. വില്യം വെയിൽസ് ഒരു ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനുമാണ്. വെയിൽസ് ക്യാപ്റ്റൻ കുക്കിന്റെ 2ാമത്തെ ധ്രുവ പര്യവേഷണ സംഘത്തിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ കുക്കിനെ പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കും. ഭൂമിശാസ്ത്രം പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം ആരാണ് ക്യാപ്റ്റൻ കുക്ക് എന്നുള്ളത്. 1765 നെവിൽ മാസ്ക്ലെയിൻ നോട്ടിക്കൽ അൽമനാക്ക് എന്ന് വെച്ചാൽ, നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ഉപയോഗിക്കാനുള്ള പഞ്ചാംഗമാണ്, നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തി. 69 ശുക്ര സന്ദർശനം നിരീക്ഷിക്കാനും അളവെടുക്കാനും വെയിൽസിനെയും ഹഡ്സൺ ബേയിലെ പ്രിൻസ് ഓഫ് വെയിൽസിലെ ഫോർട്ടിലേക്ക് റോയൽ സൊസൈറ്റി അയച്ചു. അങ്ങനെയാണ് ആ ദ്വീപിന് അദ്ദേഹത്തിന്റെ പേര് വന്നത്, വില്യം വെയിൽസ് ദ്വീപ്. മറ്റൊരു സംഘം ക്യാപ്റ്റൻ കുക്കിന്റെ കീഴിൽ താഹിദിലേക്ക് പോയി. താഹിദ് മറ്റൊരു ദ്വീപാണ്. ജെർമിയ ഡിക്സന്റെ സംഘം നോർവേയിലേക്ക് പോയി. 1768 വെയിൽസിന്റെ പാർട്ടി ഹഡ്സൺ ബേയിലെത്തി ഒരു താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം ഉണ്ടാക്കി. ഇതാണ് ഹഡ്സൺ ബേയിലെ താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം. കാലാവസ്ഥ നന്നായിരുന്നതിനാൽ നിരീക്ഷണം നടത്തി, അളവുകൾ എടുക്കുകയും ചെയ്തു. സംഘത്തിലെ 2 പേരെടുത്ത അളവുകളിൽ 11 സെക്കൻഡ് വ്യത്യാസമുണ്ടായിരുന്നാൽ ഈ അളവ് സൊസൈറ്റിക്ക് നൽകിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം എത്രമാത്രം കൃത്യമായി. 11 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വലിയ സമയമൊന്നുമല്ല. ശുക്ര സന്ദർശനം ഏതാണ്ട് 6-7 മണിക്കൂറുകളോളം സംഭവിക്കും. ഈ 6-7 മണിക്കൂർ സമയത്തിനകത്ത് 11 സെക്കൻഡിന്റെ വ്യത്യാസം വന്നുകൊണ്ടാണ് ആ പരീക്ഷണ വിവരങ്ങൾ റോയൽ സൊസൈറ്റിക്ക് വെയിൽസ് നൽകാതിരുന്നെന്ന് ഓർക്കണം. അപ്പൊ അത്രയും കണിശമാണ് ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങൾ എന്ന് ഓർമ്മിക്കുക.
നമുക്കിനി പഠിക്കാനുള്ളത് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചെ എന്ന ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനെ പറ്റിയാണ്. ലഗ്രാഞ്ചെ പോയിന്റിനെ പറ്റി കേൾക്കാത്ത ആൾ കുറയാണല്ലോ. ഈ അടുത്ത കാലത്ത് ലഗ്രാഞ്ചെ പോയിന്റിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആരെങ്കിലും ഓർമ്മിക്കുമോ എന്ന് എനിക്കറിയില്ല. 2015 ഒരു വലിയ ടെലിസ്കോപ്പ്, കൂറ്റൻ ടെലിസ്കോപ്പ് 15 ലക്ഷം കിലോമീറ്റർ അകലെ ആകാശത്ത് പോയിട്ടുണ്ട്. JWST, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. അതിപ്പോ കുറെ കാലമായിട്ട് അത്ഭുതകരമായ ദൃശ്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെത് പകർത്തിയിട്ട് നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലഗ്രാഞ്ചായിട്ട് എന്താ ബന്ധം? ഈ പറയുന്ന JWST ലഗ്രാഞ്ചെ പോയിന്റ് 1 സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇദ്ദേഹം ഇറ്റലിക്കാരനാണ്. ഗണിതശാസ്ത്രജ്ഞനായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ലഗ്രാഞ്ചെ അധികകാലവും ഫ്രാൻസിലായിരുന്നു ജീവിച്ചത്. ഗണിതം, ഖഗോളയാന്ത്രികം തുടങ്ങിയ മേഖലകളാണ് സംഭാവനകൾ. ലഗ്രാഞ്ചെ പൊതു ത്രിപ്രശ്നത്തെ പരിഹരിക്കാൻ നടത്തിയ ശ്രമം ലഗ്രാഞ്ചെ ബിന്ദുക്കളെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. 1773 മെക്ലോറിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ എലിപ്സോയിഡുകളെ നിർവഹിച്ചു. പോരാ, ഇതാണ് ലഗ്രാഞ്ചെ ബിന്ദുക്കൾ. ഇതാണ് L1, L2 ഇതാണ്, L3 ഇതാണ്, L4 ഇതാണ്, L5 ഇതാണ്. 5 ലഗ്രാഞ്ചെ ബിന്ദുക്കൾ. നമ്മുടെ JWST നിൽക്കുന്നത് ഈ 1 എന്താണ് ഇത്? ഈ ബിന്ദുക്കളുടെ പ്രത്യേകത നോക്കാം. ഈ ഒരു ബിന്ദുവിലാണ് ഇപ്പോൾ JWST നിൽക്കുന്നത്. അത്തരം ഒരു ബിന്ദുവിനെ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ഈ ലഗ്രാഞ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ലഗ്രാഞ്ചെ പോയിന്റിൽ ഇത് സൂര്യനാണ്, ഭൂമിയാണ്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വത്തിൻ്റെ ശൂന്യ ബിന്ദുവാണിത്. അവിടെ ഭൂമിയുടെ ഗുരുത്വം അനുഭവപ്പെടില്ല, സൂര്യൻ്റെ ഗുരുത്വവും അനുഭവപ്പെടില്ല. അത്തരം ഒരു ബിന്ദു കണ്ടുപിടിച്ച എന്തിനാണെന്ന് പറഞ്ഞാൽ JWST സ്ഥാപിച്ച ഏതൊരു വസ്തുവും മറ്റൊരു വസ്തുവിൻ്റെ ഗുരുത്വ ബലം ആ വസ്തുവിൽ അനുഭവപ്പെടില്ല. ഇതാണ് കാരണം. ഗുരുത്വ പുള്ളിങ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പുള്ളിങ് 2 ഭാഗത്തും ഉണ്ടാവില്ല, ഒരു ഭാഗത്തും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത്തരം പോയിന്റുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്, അവിടെ ഈ ടെലിസ്കോപ്പ് സ്ഥാപിക്കുന്നത്. ഗ്രഹങ്ങളുടെ പരിപഥത്തെക്കുറിച്ചും നോഡുകളെക്കുറിച്ചും പദത്തിൻ്റെ സുസ്ഥിരതയെക്കുറിച്ചും ഇദ്ദേഹം പഠിച്ചു. 1766 ലിയനാർഡോ യൂളറുടെ ശുപാർശ പ്രകാരം റഷ്യൻ അക്കാഡമിയുടെ ഗണിതശാസ്ത്ര തലവനായി നിയമിക്കപ്പെട്ടു. 20 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. 88-89 ലഗ്രാഞ്ചെ തയ്യാറാക്കിയ അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന പ്രബന്ധം ന്യൂട്ടന്റെ ക്ലാസിക്കൽ മെക്കാനിക്സിനോട് കിടപിടിക്കുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ ലഗ്രാഞ്ചെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? നമ്മുടെ JWST ഇപ്പോൾ ഈ പോയിന്റിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഊർജമേ ആ ഒരു എല്ലാം സാറ്റലൈറ്റുകളാണല്ലോ, ഉപഗ്രഹങ്ങളാണല്ലോ. JWST ഒരു ഉപഗ്രഹമാണ്. ആ ഉപഗ്രഹത്തെ ആ പോയിന്റിൽ ആ ബിന്ദുവിൽ നിലനിർത്താൻ വളരെ ചുരുങ്ങിയ ഊർജമേ ആവശ്യമുള്ളൂ. അതാണ് പ്രധാനം. ഭൂമിയിൽ നിന്ന് അവിടത്തേക്ക് ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ.